ഹായ് ഡിയേഴ്സ്, നമുക്ക് 90s കിഡ്സിൻ്റെ കുട്ടിക്കാലത്തേക്കൊന്ന് തിരിച്ചു പോയാലോ. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ സാധാരണപ്പെട്ട നമ്മൾ ആളുകളെല്ലാം കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് പല്ല് തേക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് ഈ ഒരു സാധനം, അതായത് ഉമിക്കിരിയും അതുപോലെ തന്നെ ഈർക്കിലും. പിന്നീടാണ് നമ്മൾ ബ്രഷിലൊക്കെ മാറിയത്. അതായത് ആ ഒരു സമയത്ത് നമ്മൾ ഒത്തിരി ഉപയോഗിച്ചിരുന്ന സാധനം. ഇപ്പോൾ ഇതൊന്നും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ആസ്വദിച്ചൊരു കാര്യമായിരുന്നു മഴയെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചൊരു കാര്യം. ആ സമയത്ത് നമ്മളിതുപോലെ വെള്ളത്തിലിറങ്ങി നിൽക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോളും വന്നിട്ടുണ്ടായിരുന്നു. അവൾ പഴയ പോലെ ഇങ്ങനെ ഇതുപോലെ തന്നെ വെള്ളം തെറിപ്പിക്കുന്ന, പഴയ കാലത്ത് നമ്മളിങ്ങനെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ വെള്ളം തെറിപ്പിക്കുന്നത്, അതുപോലെ സ്കൂളിൽ പോകുന്ന സമയത്തും വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ മഴ പെയ്യുമ്പോൾ ഇതുപോലെ വള്ളം ഉണ്ടാക്കി, പേപ്പർ കൊണ്ട് വള്ളം ഉണ്ടാക്കി ഇങ്ങനെ കളിക്കുക. അതൊക്കെ ഒരു 90s കിഡ്സിൻ്റെ ഒരു നൊസ്റ്റാൾജിയയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ ശേഷം പഴയ പോലെ നമ്മൾ പണ്ട് ചെയ്തിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇതുപോലെ ഓല വെച്ചിട്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് പാമ്പിനെയാണ്. എൻ്റെ ചേട്ടൻ്റെ മക്കളും അടുത്തുണ്ട്. അപ്പോൾ പാമ്പിനെയാണ് ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ ഞാൻ കണ്ണാടി ഉണ്ടാക്കാൻ തുടങ്ങി. കണ്ണാടി ശരിക്കും എനിക്ക് നന്നായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷെ എന്നെയും കൊണ്ട് അറിയാവുന്നത്ര രീതിയിൽ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പം ഓരോ ഘട്ടമായിട്ടാണ് കണ്ണാടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ പിള്ളേരെ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കുട്ടികൾ അപ്പുറത്തുനിന്ന് കളിക്കുന്നവരും ഉണ്ട്, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പം ഞാനിങ്ങനെ കണ്ണാടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികൾ എന്നോട് ഓരോ സംശയങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചത് എങ്ങനെയായിരുന്നു എന്നൊക്കെ. ഇത് നമ്മൾ 90s കൂടുതലും ഈ കളികളൊക്കെ ചെയ്തിട്ടുള്ളത്, അതുപോലെ ഇതുപോലത്തെ കളിപ്പാട്ടങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് അവരിങ്ങനെ ടി വി കണ്ടിട്ടുണ്ടോ, അങ്ങനെയൊക്കെ കാണാൻ ചാൻസ് ഉള്ളൂ കൂടുതലായിട്ടും. പിന്നെ അങ്ങനെ നമ്മളിവിടുന്ന് കുറേ നേരം ഓല വെച്ചിട്ട് ഓരോ കളിപ്പാട്ടങ്ങളുണ്ടാക്കി. എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല. കണ്ണാടിയും അതുപോലെ തന്നെ നമ്മളുണ്ടാക്കിയ പാമ്പിനെയും കാണിക്കാവേ. അതുപോലെ തന്നെ വട്ടയില വെച്ചിട്ടും നമ്മൾ ആ ഒരു സമയത്ത് പേഴ്സ് പോലൊക്കെ ഉണ്ടാക്കുമായിരുന്നു. കുഞ്ഞിൽ പേഴ്സ് പോലല്ല, ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് വട്ടയില കിട്ടിയില്ല, അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാൻ നിന്നില്ല. ചേട്ടൻ്റെ മോനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കിരുന്ന് അതിന് ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുക. അവൻ വീഡിയോ വരുന്നില്ലെങ്കിൽ അവനപ്പുറത്തിരിപ്പുണ്ട്, അവനിങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കണ്ണാടി ഞാൻ ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവരെയൊക്കെ കാണിക്കുകയാണ്. അപ്പം ഇങ്ങനെ കാണിച്ചു. അപ്പോൾ പിള്ളേർ ഓരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലതല്ലേ, സംശയങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ അടുത്തത് കണ്ണാടിയുടെ ഫുൾ പാർട്ടും ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം കണ്ണാടി ഞാൻ ചേട്ടൻ്റെ മോന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ അതെടുത്ത് വീണ്ടും ഒന്നും കൂടെ കാണിച്ചു അവരെ, അതെങ്ങനെ മൊത്തം പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണേ. പിന്നെ നമ്മൾ ഞാനാണെങ്കിൽ വിചാരിച്ചെന്നാൽ സ്ലേറ്റ് ഒന്ന് എടുത്ത് എഴുതാമെന്ന് വിചാരിച്ചു. നമ്മൾ പണ്ട് നേരത്തെ ഉപയോഗിച്ചിരുന്നൊരു കാര്യമായിരുന്നു ഈ സ്ലേറ്റും പെൻസിലും ഒക്കെ. അതുപോലെ തന്നെ മഷിത്തണ്ട് കണ്ടോ. മഷിത്തണ്ടൊക്കെ അന്നത്തെ കാലത്ത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ടൊരു ചെടിയായിരുന്നു. നമുക്ക് ഇത് വെച്ച് വേണമായിരുന്നു എഴുതുന്നതൊക്കെ മായ്ക്കാൻ. കൂടുതലും പേര് മായ്ക്കുന്നത് അത് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ മോൻ ആ സമയത്ത് അങ്ങ് ഓടിപ്പോയി കേട്ടോ, അവന് അവിടെ കളിക്കാൻ വേണ്ടി അങ്ങ് പോയി. അപ്പോൾ ഞാൻ അതുകൊണ്ട് എഴുതിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് മഷിത്തണ്ട് വെച്ചിട്ട് ഇത് തുടച്ച് കളയാം. മഷിത്തണ്ട് എടുക്കട്ടെ. മഷിത്തണ്ട് വെച്ച് ഞാനിത് തുടച്ച് കളയാണ്. അപ്പം ഇതും വലിയൊരു ഓർമ്മ തന്നെയാണ്. സ്ലേറ്റും ഒക്കെ വലിയ ഓർമ്മ തന്നെയാണ്. ഇനിയിപ്പം ഞാൻ പിള്ളേരെടുത്ത് വന്നു. പിള്ളേർ പണ്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കി കളിക്കുകയാണ്. ചേട്ടൻ്റെ മോൻ അങ്ങോട്ട് ഓടിയുന്നുണ്ട്, അവൻ അങ്ങോട്ട് തിരിഞ്ഞ് ഓടിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു വലിയൊരു നൊസ്റ്റാൾജിയ തന്നെ. കാരണം ഇനി ഇങ്ങനൊരു ബാല്യം ആഗ്രഹിച്ചാലും തിരിച്ച് കിട്ടത്തില്ല. പക്ഷെ എനിക്ക് ഇവരെ കാണുമ്പോൾ എനിക്കെന്തോ ഭയങ്കര എൻ്റെ ആ ഒരു കുട്ടിക്കാലം എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന മഴയായതുകൊണ്ട് ഞാനെന്നാൽ 2-3 ചെടികളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്തു. അതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് ഭയങ്കര മഴയായിരുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.